അങ്ങനെ ജെയിംസ് ഗണ്ണിന്റെ DCU ഒഫീഷ്യലി ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ആദ്യം പുറത്തിറങ്ങിയത് DCUവിന്റെ ആദ്യത്തെ ആനിമേറ്റഡ് സീരീസ് ആയ ക്രിയേച്ചർ കമാൻഡോസ് ആണ്. അടുത്തതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്നത് DCUവിന്റെ ആദ്യത്തെ ലൈവ് ആക്ഷൻ മൂവിയായ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ ആണ്. ഇപ്പോൾ സൂപ്പർമാന്റെ ടീസർ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2025 ജൂലൈ 11 സൂപ്പർമാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. കോമിക്സിനോട് 100% നീതി പുലർത്തുന്ന ഒരു മൂവി ആയിരിക്കും ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ എന്ന് ഇതിന്റെ ടീസർ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് സൂപ്പർമാന്റെ ടീസർ ട്രെയിലർ ബ്രേക്ക് ഡൗണിലേക്ക് പോകാം. ട്രെയിലറിന്റെ ആദ്യ ഭാഗത്തിൽ കാണിക്കുന്നത് അന്റാർട്ടിക്കയിൽ എവിടെയോ അല്ലെങ്കിൽ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് സ്ഥിതി ചെയ്യുന്നിടത്താവണം എവിടെ നിന്നോ പറന്നു വന്ന് വീഴുകയാണ് സൂപ്പർമാൻ. ആരോ നന്നായിട്ട് തന്നെ സൂപ്പർമാനെ പഞ്ഞിക്കിട്ടിട്ടുണ്ടെന്ന് സൂപ്പർമാന്റെ കിടപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്നെങ്കിൽ ആരെങ്കിലും സൂപ്പർമാന്റെ വീക്ക്നെസ് ആയ ക്രിപ്റ്റനൈറ്റ് അദ്ദേഹത്തിന് നേരെ ഉപയോഗിച്ചതാകാം, അല്ലെങ്കിൽ ഡൂംസ്ഡേയോട് സമാനമായ പവേഴ്സ് ഉള്ള ഏതെങ്കിലും വില്ലനാകാം സൂപ്പർമാനെ ഇങ്ങനെ പഞ്ഞിക്കിട്ടത്. സൂപ്പർമാന്റെ വായിൽ നിന്നൊക്കെ ചോര പോകണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനേ സാധ്യതയുള്ളൂ. തൊട്ടടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ക്ലാർക്ക് കെന്റിനെയാണ്. ഡേവിഡ് കോറൻസ്വെറ്റ് ആണ് സൂപ്പർമാൻ അഥവാ ക്ലാർക്ക് കെന്റ് ആയിട്ട് വേഷമിട്ടിട്ടുള്ളത്. DCUവിൽ സൂപ്പർമാന്റെ ഒറിജിൻ സ്റ്റോറി അല്ല കാണിക്കാൻ പോകുന്നത്. സൂപ്പർമാന്റെ ഒറിജിൻ സ്റ്റോറി ഇതിനോടകം തന്നെ പല കോമിക്സിലും ലൈവ് ആക്ഷൻ മൂവീസിലും ആനിമേറ്റഡ് മൂവീസിലുമായിട്ട് നമ്മൾ കണ്ടും കേട്ടും വായിച്ചുമൊക്കെ മനസ്സിലാക്കിയതാണ്. വീണ്ടും ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ മടുക്കുമെന്ന് തോന്നിയിട്ടാകണം ജെയിംസ് ഗണ്ണ് ഒരു പുതിയ അറ്റംപ്റ്റ് നടത്താൻ പോകുന്നത്. DCUവിൽ ക്ലാർക്ക് കെന്റ് ഓൾറെഡി സൂപ്പർമാൻ ആയിട്ടുണ്ട്. അടുത്ത ഷോട്ടില് റേച്ചൽ ബ്രോഷ്നന്റെ ലോയിസ് ലെയിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ക്ലാർക്ക് കെന്റും ലോയിസ് ലെയിനും ഡെയിലി പ്ലാനറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത ഷോട്ടില് DCUവിലെ സ്മോൾവില്ലാണ് നമ്മൾ കാണുന്നത്. അവിടെ ക്ലാർക്ക് കെന്റ് തന്റെ വളർത്തച്ഛനായ ജൊനാഥൻ കെന്റിനോടൊപ്പം സമയം ചെലവിടുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ക്ലാർക്ക് കെന്റിന്റെ അമ്മയായ മാർത്ത കെന്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ട്രെയിലറിൽ എവിടെയും മാർത്ത കെന്റിനെ കാണിക്കുന്നില്ല. ഇനി DCUവില് ജൊനാഥൻ കെന്റിന് പകരം മാർത്ത കെന്റ് ആണോ മരണപ്പെട്ടതെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അടുത്ത ഷോട്ട് വീണ്ടും നമ്മൾ ആദ്യം കണ്ട അടികൊണ്ട് അവശനായി കിടക്കുന്ന സൂപ്പർമാനിലേക്കാണ് പോകുന്നത്. സൂപ്പർമാൻ തന്റെ സൂപ്പർസോണിക് വിസിൽ അടിക്കുമ്പോൾ അവിടേക്ക് സൂപ്പർമാന്റെ പെറ്റ് അല്ല സൂപ്പർമാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ക്രിപ്റ്റോ അവിടേക്ക് എത്തുന്നു. സൂപ്പർമാന് എന്തൊക്കെ പവേഴ്സ് ഉണ്ടോ അതെല്ലാം തന്നെ ക്രിപ്റ്റോയ്ക്കുമുണ്ട്. ക്രിപ്റ്റൺ നശിക്കുന്നതിന് മുൻപ് സൂപ്പർമാന്റെ അച്ഛനായ ജോറല് സൂപ്പർമാനോടൊപ്പം എർത്തിലേക്ക് അയച്ചതാണ് ക്രിപ്റ്റോയെ. ഇവിടെ അടികൊണ്ട് അവശനായി നിസ്സഹായനായി കിടക്കുന്ന സൂപ്പർമാൻ തന്റെ കേപ്പ് ക്രിപ്റ്റോയ്ക്ക് കൊടുത്തിട്ട് ടേക്ക് മീ ഹോം എന്ന് പറയുന്നുണ്ട്. ഇവിടെ സൂപ്പർമാൻ ഹോം എന്ന് ഉദ്ദേശിച്ചത് സ്മോൾവിൽ ആവാൻ ചാൻസ് ഇല്ല. മറിച്ച് സൂപ്പർമാൻ ഇവിടെ ഹോം എന്ന് ഉദ്ദേശിച്ചത് ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് ആവാനാണ് സാധ്യത. തൊട്ടടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് സൂപ്പർമാൻ ഹൈ സ്പീഡിൽ വന്ന് ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതാണ്. എനിക്ക് പേഴ്സണലി ഈ ട്രെയിലറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു ഷോട്ടാണ്. ഒരു ഹ്യൂജ് മോൺസ്റ്ററിന്റെ ആക്രമണത്തിൽ നിന്നുമാണ് സൂപ്പർമാൻ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത്. ആ മോൺസ്റ്ററിന്റെ വലിയ കാലുകൾ ആ കുട്ടിയുടെ ബാക്കിലായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. തൊട്ടടുത്ത ഷോട്ടില് സൂപ്പർമാൻ പറന്നു പോകുന്നത് നോക്കി നിൽക്കുന്ന ലെക്സ് ലൂഥറിനെ കാണിക്കുന്നു. നിക്കോളാസ് ഹോൾട്ട് ആണ് ലെക്സ് ലൂഥർ ആയിട്ട് വേഷമിട്ടിട്ടുള്ളത്. ലെക്സ് ലൂഥറിന്റെ സ്ഥാപനമായ ലൂഥർ കോർപ്പും ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത ഷോട്ടില് ജെയിംസ് ബോണ്ട് സ്റ്റൈലിൽ ഒരു റിവോൾവർ പിടിച്ചു നിൽക്കുന്ന ലെക്സ് ലൂഥറിനെയും ഒരു ഗ്ലാസിൽ ട്രാപ്പ് ചെയ്ത സൂപ്പർമാൻ ആ ഗ്ലാസ് പൊട്ടിക്കുന്നതുമൊക്കെ നമുക്ക് കാണാം. ആ ട്രാപ്പ് വെച്ചത് ഓഫ് കോഴ്സ് ലെക്സ് ലൂഥർ തന്നെ ആവാനാണ് സാധ്യത. കാരണം സൂപ്പർമാനോട് അത്രമാത്രം പകയും വിദ്വേഷവുമാണ് ലെക്സ് ലൂഥറിന് ഉള്ളത്. സൂപ്പർമാനെ ജനങ്ങൾ വെറുക്കുന്ന സന്ദർഭങ്ങളും ഈ ട്രെയിലറിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ സൂപ്പർമാനെ ഒരാൾ ക്യാൻ വലിച്ചെറിഞ്ഞ് പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഈ ഷോട്ടില് സ്റ്റാഗ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ് സൂപ്പർമാൻ നിൽക്കുന്നത്. സൂപ്പർമാന് നല്ല ദേഷ്യമോ സങ്കടമോ ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് ഈ സീൻ കണ്ടപ്പോൾ തോന്നിയത്. ഇവിടെ സൂപ്പർമാന്റെ പക്കലേക്ക് മറ്റു സൂപ്പർ ഹീറോസ് ആയ ഗ്രീൻ ലാന്റേൺ, മിസ്റ്റർ ടെറിഫിക്, ഹോക്ക് ഗേള് എന്നിവർ എത്തുന്നുണ്ട്. ഗൈ ഗാർഡനറിന്റെ ഗ്രീൻ ലാന്റേണയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹാൽ ജോർഡൻ, ജോൺ സ്റ്റീവർട്ട് ഇവരെ പോലെയൊക്കെ ഒരു ഗ്രീൻ ലാന്റേൺ ആണ് ഗൈ ഗാർഡനർ. നാഥാൻ ഫില്ലിയൻ ആണ് ഗൈ ഗാർഡനർ അഥവാ ഗ്രീൻ ലാന്റേൺ ആയിട്ട് വേഷമിട്ടിട്ടുള്ളത്. എഡി ഗത്തേഗിയാണ് മൈക്കിൾ ഹോൾട്ട് അഥവാ മിസ്റ്റർ ടെറിഫിക് ആയിട്ട് വേഷമിട്ടിട്ടുള്ളത്. ഇസബെല്ല മേഴ്സ്ഡ് ആണ് ഹോക്ക് ഗേൾ ആയിട്ട് വേഷമിട്ടിട്ടുള്ളത്. തൊട്ടടുത്ത ഷോട്ടില് സൂപ്പർമാനെ ഫയർ ബ്രെത്ത് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഭീമനായ ഒരു മോൺസ്റ്ററിനെ കാണാം. ഈ മോൺസ്റ്ററിന്റെ പക്കൽ നിന്നാണ് ഒരു കുട്ടിയെ സൂപ്പർമാൻ രക്ഷപ്പെടുത്തുന്നത്.
പിന്നീട് സൂപ്പർമാനും ലോയിസ് ലെയ്നും തമ്മിലുള്ളതും ക്ലാർക്കന്റും ലോയിസ് ലെയ്നും തമ്മിലുള്ള റൊമാൻറ്റിക് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അടുത്ത സീനില് ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ നശിക്കപ്പെട്ട് കിടക്കുന്ന ഒരു റോബോട്ടിനെ കയ്യിൽ പിടിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന സൂപ്പർമാനെ നമുക്ക് കാണാം. ഒരുപക്ഷെ ഈ റോബോട്ട് ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിന്റെ കാവൽക്കാരനായ കെലക്സ് ആയിരിക്കാം. പിന്നീട് ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് ഉയർന്നു വരുന്നതും റെക്സ് മേസൺ അഥവാ മെറ്റാമോർഫോയെയും ഒരു മിന്നായം പോലെ കാണിച്ചു പോകുന്നുണ്ട്. അടുത്ത ഷോട്ടില് ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് ആരോ സൂപ്പർമാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് അൾട്രാമാൻ ആണെന്നാണ് റൂമേഴ്സ്. കാരണം മുൻപിറങ്ങിയ ഇതേ ക്യാരക്ടറിന്റെ സ്റ്റിൽസിൽ ആ ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂമിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്യൂട്ടില് യു എന്ന സിമ്പല് നമ്മൾ കണ്ടതാണ്. DC കോമിക്സിൽ യു എന്ന സിമ്പല് ഒരാൾക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എർത്ത് 3യിലെ സൂപ്പർമാന്റെ കൗണ്ടർ പാർട്ട് അഥവാ മറ്റൊരു വേർഷനായ അൾട്രാമാനിൽ. അൾട്രാമാൻ ഒരു ഈവിൾ ക്യാരക്ടറാണ്. സൂപ്പർമാൻ ജസ്റ്റിസ് ലീഗിന്റെ തലപ്പത്താണെങ്കിൽ അൾട്രാമാൻ ക്രൈം സിൻഡിക്കേറ്റിന്റെ തലപ്പത്താണ്. അടുത്ത ഷോട്ടില് മിസ്റ്റർ ടെറിഫിക്കിനെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല മിസ്റ്റർ ടെറിഫിക് ആരെയോ ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നുണ്ട്. അത് ലോയിസ് ലൈനെ ആവാനാണ് സാധ്യത. സോ ഗൈസ്, ഇത്രയുമാണ് സൂപ്പർമാന്റെ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സൂപ്പർമാൻ മൂവിയിൽ അപ്പിയർ ചെയ്യാൻ പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെ പറ്റിയും അവർ ഈ മൂവിയിൽ വരാനുള്ള സന്ദർഭങ്ങളെ പറ്റിയുമെല്ലാം മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതാണ്. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത്. ഒരുപാട് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.